ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നൊരു മീൻകറിയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. നാടൻ രീതിയിലുള്ളൊരു മീൻകറി, പറ്റ എന്ന് പറഞ്ഞ മീനാണ് വെച്ചിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. സാധാരണ ചട്ടിയിലാണ് മീൻകറി വെക്കുന്നത്. ഞാനിന്നൊരു സ്റ്റീലിൻ്റെ ഉരുളിയിലാണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഇടും. കടുകിട്ട് പൊട്ടി കഴിഞ്ഞാൽ പിന്നെ ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില, വെളുത്തുള്ളി ഇത് ചതച്ച് വരും. പിന്നെ ഇച്ചിരി ഉലുവയും കൂടി ഇടണമായിരുന്നു കേട്ടോ. അത് ഞാൻ ആദ്യം ഇടാൻ മറന്നുപോയി. കുറച്ച് ഉലുവയും കൂടി, ഒരു 3-4 ഉലുവയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ കറിവേപ്പില ഇട്ടതിന് ശേഷമാണ് ഞാൻ ആ ഉലുവ ഇടുന്നത് കേട്ടോ. ഉലുവ ഇട്ട ശേഷം നന്നായിട്ടങ്ങ് വഴറ്റിയെടുത്തിട്ട് പൊടികളൊക്കെ ഇടാം. പൊടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി മാത്രമേ ഇടുള്ളൂ. ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഉലുവയും ഇതൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്നിട്ടതിന് ശേഷം 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. 2 ടീസ്പൂണും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നന്നായി വഴന്ന് വരുമ്പോൾ കരിയരുതല്ലോ, അതിന് ലേശം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി ഇളക്കിയതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം കേട്ടോ. പിന്നെ ഇതിനകത്തേക്ക് ഞാൻ കുടംപുളിയാണ് ചേർത്തേക്കുന്നത്. പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് കുടംപുളിയും ഉപ്പും കൂടിയിട്ട് 2 കഷ്ണം കുടംപുളി ഇട്ടിട്ടുണ്ട്. നാടൻ കുടംപുളിയാണ്, വാങ്ങിച്ചതല്ല. ഉപ്പും കൂടി ഇട്ട് ഒന്ന് തിളച്ചതിന് ശേഷം ഈ മീനൊക്കെ പെറുക്കിയിടാം കേട്ടോ. തേങ്ങ അരയ്ക്കാത്തൊരു മീൻകറിയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറിയാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് തിളച്ച് കഴിഞ്ഞപ്പം മീൻ കഷ്ണങ്ങളൊക്കെ ഇതിനകത്തൊക്കെ പെറുക്കിയിടാം. മീൻ കഷ്ണങ്ങളൊക്കെ പെറുക്കിയിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കാം. ഞാനൊരു 7 മിനിറ്റോളമിട്ട് വേവിച്ച്. ഇച്ചിരി വേവ് കൂടുതലാന്ന് തോന്നി. ഇതിൻ്റെ തലക്കഷ്ണമൊക്കെ കഴിക്കാൻ നല്ല സാധാ കേട്ടോ. അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ വറ്റ മീൻകറിയാണ് ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റ്, അതിൻ്റെ ഗ്രേവിക്ക് നല്ല ടേസ്റ്റാണ്. ഇത് കുറച്ച് നേരം ചൂടോടെ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം. കറണ്ട് പോയി എൻ്റെ ഇടയിൽ. ചൂടോടെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആറി കഴിഞ്ഞിട്ട് എടുക്കണം, നല്ലതാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തൊരു റെസിപ്പി ആയിട്ട് വരാം. അതുവരെ താങ്ക് യു.